അസ്സലാമലൈക്കും ഹായ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് എന്തേ പാർട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെയ്തൊക്കെ വന്ന് നല്ല അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ കണവയില്ലേ കൂന്തൽ എന്ന് പറയും നമ്മൾ, അതിനെ ഞാനൊന്ന് ബ്രോസ്റ്റഡ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം വേവിക്കേണ്ട, നമുക്കൊരു സോഫ്റ്റായി കിട്ടണം ആ ഒരു കൂന്തൽ. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കാം. ഇതിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും കേട്ടോ. ഇനി പറഞ്ഞ നിർബന്ധമുണ്ട്, ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും. അത് നമ്മൾ മന്ത്ലി സാധനം എടുക്കുന്ന സമയത്തിൽ ഒന്ന് വാങ്ങി വെച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഇങ്ങനത്തെ റെസിപ്പീസിനെല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും മിസ്സാക്കാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കിലോ കൂന്തലിന് അതിൻ്റെ തലയും മറ്റുള്ള കുറച്ച് ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളൊരു പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമ്മളില്ലേ ഒരു പഴംപൊരിയുടെ ബാറ്ററല്ല, അതിനെക്കാട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓരോ സ്റ്റേജിലും ഇടുന്നുണ്ട്, അതുകൊണ്ട് ആദ്യമേ കുറേ ഉപ്പ് വാരിയിടണ്ട. കൂന്തൽ വേവിക്കുന്ന സമയത്ത് ഉപ്പിടുന്നുണ്ട്, ലാസ്റ്റ് അതിൻ്റെ ഒരു കോട്ടിങ്ങിന് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിന് കറക്റ്റായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആ കൂന്തൽ വേവിച്ച വെള്ളം ഇതിലേക്ക് ഉപയോഗിച്ച് നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ആ ഒരു സംഭവം എന്നോട് വിട്ടുപോയിന്, ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ആ ഒരു വാട്ടർ കൊണ്ട് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയാൽ മതി. പിന്നെ വെറുതെ ആ ഒരു വെള്ളം നമ്മൾ കളയല്ലേ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ ആയിരിക്കും. കൂന്തൽ വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യുക, മിക്സാക്കി വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്റർ നല്ല തണുപ്പ് വേണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക്. അതുകൊണ്ട് നമ്മൾ രാത്രിയൊക്കെയാണെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുപിടിയെന്ന് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ ബാറ്റർ നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. കാരണം 2-3 പ്രാവശ്യം നമ്മൾ കോട്ടിങ് ചെയ്യുന്നില്ല, ഒരേ ഒരു പ്രാവശ്യം കോട്ടിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റർ നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങൾ ഈയിടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ കഴിച്ചതാണ് ഈ ഒരു കൂന്തൽ ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ഒരു ഫംഗ്ഷന് അത് തന്നെയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉമ്മയൊന്നും ചിക്കൻ കഴിക്കില്ല, അപ്പോൾ ചിക്കൻ ബ്രോസ്റ്റഡ് ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു റെസിപ്പി കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ ബ്രോസ്റ്റഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളുമ്മ ഒരിക്കലും നമ്മളിപ്പോൾ ബ്രോസ്റ്റഡ് വാങ്ങിക്കുമ്പോൾ ഉമ്മക്ക് അത് കഴിക്കില്ല, അപ്പോൾ സങ്കടമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല രസത്തിൽ, ചിക്കനെക്കാട്ടും ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ പാർട്ടികളിൽ ഉണ്ടാക്കിക്കോ. എന്തായാലും നിങ്ങൾ ആ പാർട്ടിക്ക് ഹൈലൈറ്റ് ആവും ഈ ഒരു ബ്രോസ്റ്റഡ്, കൂന്തൽ ബ്രോസ്റ്റഡ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിച്ചത്, ആ ഒരു രുചി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു ഡ്രൈ കോട്ടിങ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈ കോട്ടിങ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ആ ഒരു കൂട്ട് തയ്യാറാക്കി അതിലേക്ക് കൂന്തലിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിക്കുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് ഈ ഒരു കൂന്തലിന് നന്നായിട്ട് ആ മൈദയുടെ കോട്ടിങ് കവറായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ കുറച്ച് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതാ എനിക്ക് ഇതിന് ഒരു പ്രശ്നം ഞാൻ കണ്ടുള്ളൂ, കൂന്തൽ പൊട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണയിലിട്ടിട്ട് കുറച്ച് ദൂരെ പോയി നിന്ന് മറിച്ചിടുമ്പോൾ നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഇല്ലേ, മഞ്ഞൊക്കെ പുറത്തായാലും. അതേപോലെ തന്നെ ഇതിനെ കൂന്തൽ നന്നായിട്ട് ഈ മൈദേനെ കൊണ്ട് കവർ ചെയ്യുക. പിന്നെ കൂന്തൽ ഞാൻ എടുത്തതിനെക്കാട്ടും കുറച്ചും കൂടി നേരിയ കഷ്ണങ്ങളാക്കി മാറ്റാം. കുറച്ചുകൂടി വലിയ കൂന്തലായിരുന്നെങ്കിൽ നന്നായേനെ. എനിക്ക് ചെറിയ ചെറിയ കൂന്തലാണ് കിട്ടിയത്. വലിയ കൂന്തലെടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അത് നല്ല പാകത്തിനുള്ള രീതിയിലായി കിട്ടും കേട്ടോ. നമുക്ക് ഏത് സൈസിലാണോ കൂന്തൽ കിട്ടുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് കട്ട് ചെയ്താൽ കിട്ടുക. അപ്പോൾ വലിയ കൂന്തലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നില്ലെങ്കിൽ കുക്കറിൽ ഒറ്റ വിസിൽ അടിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ, മാറിപ്പോയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലിന് ഓഫ് ചെയ്ത് ആ ഒരു വെള്ളം ഇതിനെ കൊണ്ടാക്കിയിട്ട് ബാറ്ററൊക്കെ ആക്കിയെടുത്താൽ നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള നിങ്ങൾക്ക് പാർട്ടികൾ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മെയിൻ കോഴ്സായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹമ്മൂസും കുബൂസും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു പാർട്ടിയിൽ കഴിച്ചത് ഹമ്മൂസും ഈ ഒരു കൂന്തൽ ഫ്രൈയും കുബൂസും മാത്രമാണ് കഴിച്ചത്. എൻ്റെ മുന്നിൽ മട്ടൻ മന്തി അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനിതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതും. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്, കാരണം മന്തീസൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂന്തൽ കിട്ടുന്ന സമയത്ത് ട്രൈ ആക്കി നോക്കിക്കോ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാട്ടോ ഇത്. രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോൾ നിങ്ങളിത് റെസിപ്പി ഷെയർ ആക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് അത്രയും പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ഇത്തിരി മൊഞ്ച് കുറവുണ്ടെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. കാരണം രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും നമുക്കെല്ലാം പക്കാ കറക്റ്റാവാം.
അപ്പോൾ ഇനിയിപ്പോൾ കൂന്തൽ കിട്ടി ഞാൻ ആക്കുമ്പോൾ കുറച്ച് ഡിലേ വന്നാലോ? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് പാർട്ടികളൊക്കെ വരുന്ന സമയമല്ലേ ഇപ്പോൾ നമ്മളുടെ. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം സ്റ്റാർട്ടറായിട്ടോ അല്ലെ മെയിനായിട്ടോ ഹമ്മൂസും കുബൂസും ഒക്കെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ബ്രോസ്റ്റഡ് ചിക്കനെ പോലെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അധികം വലിപ്പം വേണ്ട. പിന്നെ ഞാനൊന്ന് വേവിച്ചെന്ന് പറഞ്ഞാൽ ഈ കൂന്തൽ റബ്ബർ പോലെ ഉണ്ടാവും നമുക്ക് ചവക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഫീൽ ഒഴിവാക്കി കിട്ടാനാണ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ കൂന്തൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഞാൻ പിന്നെ എവിടെ പോയാലും ഒരു പാർട്ടിയിലൊക്കെ ഞാൻ ട്രൈ ആക്കിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഇത് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ മോള് ഹോസ്റ്റലിൽ പോകുന്ന തിരക്കിനിടയിലായിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ.